ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27 തിയേറ്ററുകളിലേക്ക് എത്തിയ ജൂനിയർ NTR സിനിമയാണ് ദേവര. തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു വർഷം കഴിഞ്ഞിട്ടും സിനിമ ഒരു TV ചാനലിലും സംപ്രേഷണം ചെയ്തിരുന്നില്ല. ഇപ്പോഴത്തെ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സ്റ്റാർ നെറ്റ്വർക്ക് സ്വന്തമാക്കിയിരിക്കുന്നു. മലയാളം പതിപ്പ് ഏഷ്യാനെറ്റിൽ ഉടനെ സംപ്രേഷണം ചെയ്യുന്നതാണ്. തമിഴിൽ നിന്നുള്ള ഫാന്റസി സിനിമയാണ് ജീനി. ജയം രവി, കല്യാണി പ്രിയദർശൻ, കൃതി ഷെട്ടി, വാമിക ഗബ്ബി തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന ഷൂട്ടിംഗ് ഒരുപാട് നാളുകൾക്ക് മുന്നേ പൂർത്തിയാക്കിയ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഈ ഡിസംബർ 25 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. കാട്ടാളൻ എന്ന ആന്റണി വർഗീസ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ആയിരിക്കുകയാണ്. ഇപ്പോൾ തായ്ലൻഡിൽ ഷൂട്ട് നടക്കുന്ന സിനിമയുടെ കേരളത്തിലെ ഷെഡ്യൂൾ ഈ ഒക്ടോബർ മാസം തന്നെ ഇടുക്കിയിൽ ആരംഭിക്കും. അതിനുശേഷം രാമേശ്വരത്തും സിനിമയ്ക്ക് ഷൂട്ടുണ്ട്. സിനിമയ്ക്ക് ആകെ 120 ദിവസത്തെ ഷൂട്ടിംഗ് ഡേയ്സ് ആണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ട്. നല്ല ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയാണ് കാട്ടാളൻ. വിലായത്ത് ബുദ്ധ പൃഥ്വിരാജിന്റെ അടുത്ത തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമയാണല്ലോ. ചിത്രത്തിന്റെ റിലീസ് ഈ ഒക്ടോബർ മാസത്തിൽ നിന്നും നീട്ടിയിരിക്കുകയാണ്. നേരത്തെ ഒക്ടോബർ അവസാന വാരം പ്ലാൻ ചെയ്ത സിനിമ ഇപ്പോഴത്തെ നവംബർ മധ്യത്തിലേക്ക് റിലീസ് നീട്ടിയിരിക്കുന്നു. ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം ഈ മാസം തന്നെ ഉണ്ടാകും. സർക്യൂട്ടിന് ശേഷം തമർ സംവിധാനം ചെയ്ത നിവിൻ പോളി നായകനായി എത്തുന്ന സിനിമ എന്ന പേരിൽ ഈ കാണുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ട് പ്രഖ്യാപിച്ച സിനിമയാണല്ലോ ഡോൾബി ദിനേശൻ. ജൂലൈയിൽ ഷൂട്ട് ആരംഭിക്കുമെന്ന് വരെ റിപ്പോർട്ടുകൾ ഉണ്ടായ സിനിമ ഇപ്പോഴത്തെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്നത്. നിവിൻ്റെ കഴിഞ്ഞ ജന്മദിനത്തിൽ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും പുറത്തു വന്നിരുന്നില്ല. ആശകൾ 1000, ജയറാം, കാളിദാസ്, ജയറാം, ഒപ്പം തന്നെ ആശ ശരത്ത് തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന സിനിമയാണല്ലോ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അങ്ങനെ പാക്കപ്പ് ആയിരിക്കുകയാണ്. ഗോകുല മൂവീസ് നിർമ്മിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ജി പ്രജിത്താണ്. സിനിമയുടെ റിലീസ് അടുത്ത വർഷത്തോടെയായിരിക്കും. അങ്ങനെ ആശകൾ 1000 പൂർത്തിയാക്കപ്പെട്ടതോടെ ജൂഡ് ആന്റണി തുടക്കം എന്ന സിനിമയിലേക്ക് കടക്കാനായിട്ടൊരുങ്ങുകയാണ്. ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് നായികവേഷത്തെ അവതരിപ്പിക്കുന്ന ലാലേട്ടൻ കൂടി അഭിനയിക്കുന്ന സിനിമയാണ് തുടക്കം. സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുന്നുള്ള കാസ്റ്റിംഗ് കോൾ അപ്ഡേറ്റ് വരെ കഴിഞ്ഞ ദിവസം സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനിടയിൽ തുടക്കം എന്ന സിനിമയുടെ ഷൂട്ട് അടുത്ത മാസം നവംബറിൽ തൊടുപുഴയിൽ ആരംഭിക്കുമെന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന തുടക്കത്തിന്റെ കൂടുതൽ വാർത്തകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കൂ.